കേട്ടില്ല. ഉമ്മ എല്ലാമതിനോരും പുലരെയോ നന്മാർ. കനിവിൻ്റെ കടലാഴ എഴുതിയായി തീരാത്ത ദുനിയാവിലെ സുബർഗമാ എൻ്റെ പൊന്നുമ്മ. ഏറെ പറഞ്ഞാലും തീരില്ല ആ പൂമഹിമ. ഹലോ ഹായ് അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ല? അൽഹംദുലില്ലാ ഞങ്ങൾക്കിവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് തുടക്കം തന്നെ മോൻ്റെ ഒരു പാട്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ട് അപ്പോൾ ഇഷ്ടമാണെങ്കിൽ കമൻറ്റിലേക്കൊക്കെ ചെയ്യുക. അപ്പോൾ ഇതാ രാവിലെ തന്നെ ഞാൻ ചായയും കടിയൊക്കെ ഉണ്ടാക്കണം. അപ്പം അടുക്കളയ്ക്ക് വരാൻ കുറച്ചൊന്ന് നേരം വൈകിക്കണം. നല്ല മടി ഉണ്ടായിട്ടൊന്ന് എന്താണെന്നറിയില്ല, നല്ല മടി മന്ദപ്പൊക്കെ ആയിട്ടൊരു ഉന്മേഷമൊന്നും ഇല്ലേനി. അപ്പോൾ ഞാനിതാ ഒരു കട്ടനൊക്കെ ഇട്ട് കുടിക്കുകയാണ്. പിന്നെ മക്കളൊക്കെ ചായ കുടിക്ക് കഴിഞ്ഞതിൻ്റെ ശേഷം മദ്രസക്ക് പോയി. അവർക്കൊന്ന് എക്സാം കഴിഞ്ഞിട്ടാ. അതൊക്കെ കഴിഞ്ഞ് ഞാനിതാ സിറ്റ് ഔട്ടിൽ കുറച്ച് നേരമൊക്കെ വീണ്ടും ഇരുന്നിട്ട് നല്ലൊരു മടിയും എന്തൊക്കെയാണെന്നറിയില്ല, ഒരു ഉന്മേഷമൊന്നുമില്ല കേട്ടോ. പിന്നെ എന്നാണെങ്കിൽ എനിക്ക് ഈ റൂമൊന്ന് വൃത്തിയാക്കാനുണ്ട്. എനിക്ക് കുറച്ച് ദിവസമായി ഈ റൂമൊന്ന് ക്ലീൻ ചെയ്തിട്ട് ജനവാതിലും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ട് കുറച്ച് ദിവസമായിക്കണം. അപ്പോൾ പൊടിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്നാൽ ഞാൻ ജനവാതിലൊക്കെ തുറന്നിട്ട് മൊത്തത്തിലൊന്ന് തുറന്നിട്ടിക്കണേ. ഇനിയിപ്പോൾ മാറാലൊക്കെ ഒന്ന് തട്ടിയെടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ മൊത്തത്തിൽ ഞാൻ മാറാലൊക്കെ ഒന്ന് തട്ടിയെടുത്തിക്കണേ. അപ്പോൾ ഇതിന് മുന്നായിട്ട് ഞാൻ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ ക്ലീനിങ് പരിപാടിക്ക് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉള്ള ദിവസങ്ങളിലൊക്കെ ആദ്യം ഞാൻ ഈ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെക്കിട്ടത് നമ്മൾ ജനവാതിലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്ന ഒരു കാഴ്ചയാണ് ഇട്ടത്. റോഡിൻ്റെ അപ്പുറത്ത് പാടമുണ്ട്. പാടത്ത് നല്ല വെള്ളം ഉണ്ട് കേട്ടോ. പിന്നെ നല്ല രസമാണ് രാവിലെയൊക്കെ കാണാൻ. നല്ല കോടൊക്കെ ഇങ്ങനെ പൊങ്ങി വരും. 6 മണി നേരത്തൊക്കെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഇതാ ഞാൻ ഫാനൊക്കെ ഒന്ന് തട്ടിയെടുക്കട്ടെ. ഇങ്ങനത്തെ മാറാലക്കോല ഉണ്ടെങ്കിൽ ഫാനൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ അതൊക്കെ ഇട്ടിട്ട് തട്ടിയെടുക്കാൻ നല്ല സുഖമാണ് കേട്ടോ. പൊടിയൊക്കെ നല്ല പോരും. എന്നാലും തുടച്ചെടുക്കണ ആ ഒരു വൃത്തി എന്തായാലും ഉണ്ടാവില്ല. പൊടിയൊക്കെ നന്നായി ഇങ്ങോട്ട് വൃത്തിയിൽ ഇങ്ങോട്ട് പോരും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ജനവാതിലും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ ഇന്ന് ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ ക്ലീനിങ് പരിപാടിയൊക്കെ ഇറങ്ങിയിരിക്കുന്നത്. അപ്പം ഇന്ന് തക്കാളി കൂട്ടാനും കോഴിമുട്ടയൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാനൊരു തട്ടിക്കൂട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ മക്കളൊക്കെ ഉള്ള ദിവസമാണ്. അപ്പോൾ രാത്രി എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ ഉച്ചക്ക് അങ്ങനെയൊക്കെ ഒന്ന് ഒപ്പിച്ചത്. അപ്പോൾ എൻ്റെ ജനവാതിലാണെങ്കിൽ ഒറ്റക്കള്ളി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ റൂമിൽ 4 കള്ളി ആണ് കേട്ടോ മൊത്തത്തിൽ. അപ്പോൾ ഇങ്ങനെ ഒറ്റക്കള്ളി ആയതുകൊണ്ട് തന്നെ തുടച്ചെടുക്കാനൊക്കെ നല്ല സുഖമാണ്. കമ്പിയൊക്കെ ഇങ്ങനെ നീളത്തിലായതുകൊണ്ട് തന്നെ നല്ല സുഖമാണ് കേട്ടോ തുടച്ചെടുക്കാൻ തന്നെ. പിന്നെ മടി പിടിച്ചാൽ പിന്നെ ഒക്കെ അവിടെ കിടക്കുന്നുള്ളൂ. അപ്പോൾ വിചാരിച്ചാൽ തന്നെ ഒക്കെ നടക്കുള്ളൂ. ആ വിചാരമാണ് ഇങ്ങോട്ട് വന്ന് കിട്ടാൻ പണി. പിന്നെ ഞാനിതിങ്ങനെ തുടച്ചിങ്ങനെ വന്നപ്പോൾ തന്നെ പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു ഉഷാറായിട്ട് പിന്നെ ഇങ്ങനെ തുടങ്ങിയപ്പോൾ ഇങ്ങനെ ഞാനൊരു ഉഷാറിൽ ഇങ്ങനെ എടുത്ത് പോവുകയാണ്. അതല്ലെങ്കിലും തുടങ്ങി കിട്ടാനാണ് കേട്ടോ ഭയങ്കര പാട്. അതിൻ്റെ ഇടയിൽ ഇതാ മക്കളൊക്കെ മദ്രസ വിട്ട് വന്ന് എക്സാമൊക്കെ കഴിഞ്ഞ് വന്നിക്കണേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വീണ്ടും അടുക്കളയ്ക്ക് പോയി അവർക്ക് ചായയൊക്കെ കൊടുത്തതിന് ശേഷം വീണ്ടും ഇതാ ഞാൻ ഇതിങ്ങനെ തുടച്ച് നന്നാക്കി എടുക്കുകയാണ്. അപ്പോൾ അത് അവിടെ ഒരു കയറുണ്ട് കേട്ടോ. അത് അയലിട്ടുണ്ട് കേട്ടോ. ഞാൻ നല്ല മഴയുള്ള സമയത്തൊക്കെ റൂമിൽ ഇങ്ങനെ ഫാനിട്ട് ഞാൻ ഉണക്കിട്ട അത്യാവശ്യം നല്ല പുതിയ ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ ഉണക്കിങ്ങാണ്ട് പിന്നെ അലമാരയ്ക്ക് എടുത്തേക്കലാണ്. അപ്പോൾ ഈ അലമാരയിലൊക്കെ അത്യാവശ്യം പൊടിയുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ നല്ല തുടച്ചെടുക്കുകയാണ്. അപ്പോൾ 2-3 പ്രാവശ്യമൊക്കെ നല്ല മുക്കി പിഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ തുടച്ചെടുക്കുന്നത്. നല്ല സർഫും പൊടിയൊക്കെ ഇട്ട വെള്ളത്തിൽ. അപ്പോൾ ഇങ്ങനെ ക്ലീനിങ് വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഓരോക്കെ ഒന്ന് കണ്ടോട്ടെ വെച്ചിട്ടോ ഞാൻ ഇടണത്. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ സ്റ്റഡി ടേബിൾ ഉണ്ട് തുടച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിന്മേൽ ഇടയ്ക്കിടയ്ക്ക് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മക്കൾ നന്നാക്കി എടുക്കണം കേട്ടോ. ഇത് കറുപ്പായതുകൊണ്ട് തന്നെ വേഗം കാണാം. അപ്പോൾ മക്കളിത് ഇടയ്ക്ക് നന്നാക്കും ചെയ്യും. പിന്നെ ഇത് എവിടുന്നാണ് ഈ പൊടി വരണേന്നുള്ളത് ഒരു ഐഡിയ ഇല്ല കേട്ടോ. പിന്നെയും കാണാം അതിന്മേൽ ഇങ്ങനെ പൊടി ഉണ്ടാവുക. പിന്നെ ഈ സ്റ്റഡി ടേബിളിന് ഒരു സ്വസ്ഥത കൊടുക്കൂല കേട്ടോ ഞാനത്. പിന്നെ ഞാൻ അപ്പുറത്തെ റൂമിൽ കൂടും. പിന്നെ ഞാൻ അടുക്കളയിൽ കൊണ്ടുപോയിട്ടും അങ്ങനെ പല സ്ഥലത്തേക്കും ഞാൻ ഈ മാറ്റിയിട്ടിട്ട് അതിനൊരു സ്വൈര്യം കൊടുക്കൂല കേട്ടോ. അതിൻ്റെ കാലൊക്കെ ഒരു ഇളക്കം പറ്റിയിരിക്കണം നിൻ്റെ നീക്കി കൊണ്ടെടുക്കലുകൊണ്ട്. അപ്പോൾ ഇതാ പിന്നെ ഞാനിതാ വാതിലും ഒക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. വാതിലും വാതിൽക്കെട്ടിലും ഒക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്.
അപ്പോൾ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് കാണുമ്പോൾ നല്ലൊരു രസവും നല്ലൊരു ഇതാണ് കേട്ടോ. എല്ലാതും കഴിഞ്ഞൊരു വൃത്തിയായി കാണുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു സുഖം, അതൊരു അനുഭവിച്ച് തന്നെ അറിയണം കേട്ടോ. എനിക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ എല്ലാം കഴിഞ്ഞ് റൂമിൽ കൊണ്ട് വരുമ്പോൾ ഒരു ആശ്വാസമല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിത് ആൾമാർ ഒന്ന് നീക്കി കൊണ്ടുവരട്ടെ. ഇതിൻ്റെ സ്ഥിരം പരിപാടിയാണ് ആൾമാർ ഈ സൈഡിൽ നിന്ന് ആ സൈഡിലേക്ക് ഇടുക, ആ സൈഡിൽ നിന്ന് ഈ സൈഡിലേക്ക് മാറ്റിയിടുക. അപ്പോൾ ഞാനിങ്ങനെ നീക്കി കൊടുത്തിട്ട് പിന്നെ ഫാന് തുടച്ചെടുക്കാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ സ്റ്റഡി ടേബിളിലാണ് ഞാൻ കയറി നിൽക്കുന്നത്. ഇത് കണ്ട് ആരും സ്റ്റഡി ടേബിളിലൊന്നും കയറി നിന്ന് ചെയ്യരുതിട്ട്. എനിക്കിത് ശീലയിക്കണേ. പിന്നെയാണെങ്കിൽ സ്റ്റഡി ടേബിളിൽ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കയറി ചെയ്യണോണ്ട് തന്നെ എനിക്കത് നല്ല പരിചയമുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മക്കളോ ആരെങ്കിലുമൊക്കെ ഒപ്പം ഉണ്ടാവണതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ തലയും കുത്തി മറിഞ്ഞ് വീടുണ്ടെങ്കിൽ അവിടെ കിടക്കൽ തന്നെ ഉണ്ടാവുള്ളൂ. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഒരു സമാധാനത്തിൽ തുടച്ചെടുക്കുക. പിന്നെ വീട്ടിൽ ആണുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓരോട് പറയണ ഏറ്റവും നല്ലത്. പിന്നെ എനിക്കിത് ഇവിടെ എനിക്ക് എത്തണോ ആയതുകൊണ്ടാണ് ഞാൻ തുടച്ചെടുക്കണേ. പിന്നെ ഹാളിലും നമ്മളെ സിറ്റ് ഔട്ടിലും അവിടെ ഒന്നും എനിക്ക് എത്തൂല കേട്ടോ. അത് ലാഡർ വെച്ചാലും എനിക്ക് എത്തൂല, അത് കുറച്ച് ഹൈറ്റുള്ളതുകൊണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് വൃത്തിയാക്കി എടുക്കാനും നല്ല സുഖമാണ്. അപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിട്ട് അപ്പോൾ ഞാൻ ഈ അലമാരമ്മലൊക്കെ ഇടയ്ക്ക് പിടിച്ചെടുക്കണേ. അവിടെ ഇങ്ങനെ കയറാൻ നല്ല സുഖമാണ് കേട്ടോ. കയറി കഴിഞ്ഞ് അവിടെ നിന്നിട്ട് താഴത്തൊക്കെ നോക്കുമ്പോൾ ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പം ഞാനിതങ്ങനെ സാവധാനമായിട്ട് തുടച്ചെടുക്കണത്. അപ്പോൾ ഇത് തുടച്ചൊക്കെ കഴിഞ്ഞാൽ നമുക്കൊരു രസമല്ലേ കാണാൻ. ഇതൊക്കെ കിടന്ന് കാണുന്നവരും ഇരുന്ന് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മുകൾക്ക് നോക്കിയാൽ മതിട്ടോ. അപ്പം കാണാം നിങ്ങളെ ഫാനിൻ്റെ ഒക്കെ അവസ്ഥ. എല്ലായിടത്തും മിക്ക വീടുകളിലും തന്നെയൊക്കെ അവസ്ഥ. നമുക്കൊന്നാമത് എത്താത്ത പ്രശ്നം ഉണ്ടാകും. പിന്നെ ഒരു പേടിയൊക്കെ ഇങ്ങനെ ഉയരത്തിൽ നിന്ന് തുടക്കാൻ. അതിൻ്റെ ഇടയിൽ മോൻ എനിക്ക് നിങ്ങൾ ഇറങ്ങി, ഓനക്ക് ഭയങ്കര പേടിയിട്ട് ഞാൻ ഇതിൻ്റെ മേലെ കയറുന്ന ചെയ്തപ്പോൾ അപ്പോൾ ഓനും കൂടി വന്ന് നിങ്ങൾ ഇറങ്ങി ഞാൻ ചെയ്തു തരാറിഞ്ഞാണ്ട് വലിയ ആളായി കയറിയതായിട്ട് കയറിയപ്പോൾ ഓനക്കും ഭയങ്കര പേടിയിട്ടാണ്. അത്ര ഹൈറ്റിൽ കയറി നിന്നപ്പോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനം ഞങ്ങൾ രണ്ടാളും കൂടി ഫാന് തുടച്ച് അതായാലും വൃത്തിയാക്കി എടുത്തുക്കണം കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാനിതാ സ്റ്റഡി ടേബിൾ ഇങ്ങോട്ട് നീക്കി എടുത്തുക്കണം. അതിന് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിടാന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇത് അലമാരി ഞാൻ ഉന്തി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഈ ഒരു സൈഡിലേക്ക് ഞാൻ നീക്കിക്കണം. പിന്നെ ആ സൈഡ് ഞാൻ തുടച്ചെടുക്കുകയാണ്. ഇനിയിപ്പോൾ കട്ടിൽ അലമാര നിന്ന് ആ ഭാഗത്തേക്ക് നീക്കിയിടാന്നാണ് വിചാരിക്കണത്. അപ്പോൾ അത് ഞാൻ ഉന്തി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ കട്ടിൽ. അത് നമുക്കിങ്ങനെ നീക്കിയെടുക്കാൻ തന്നെ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നീക്കിയതിന് ശേഷം ഞാനിത് അവിടെയൊക്കെ നല്ലതുപോലെ ഒന്ന് അടിച്ചു വാരിയെടുക്കാൻ കേട്ടോ. അപ്പോൾ പൊടിയും കാര്യങ്ങളൊക്കെ നല്ല ഉണ്ടായിന് അതിൻ്റെ അടിയിൽ. അപ്പം നമ്മൾ ദിവസം ഇങ്ങനെ മഫായിട്ട് തുടച്ച് ഇങ്ങനെ ഒന്ന് ഉന്തി കൊടുക്കുക എന്നല്ലാതെ കട്ടിൽ നീക്കൊന്നും ഞാൻ തുടക്കലില്ല കേട്ടോ. അപ്പോൾ ഇതാ മൊത്തത്തിലൊക്കെ ഞാൻ അവിടെയൊക്കെ നല്ലതുപോലെ അടിച്ച് വാരിയതിന് ശേഷം ഞാനിതാ ബെഡ്ഷീറ്റ് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ നല്ല വൃത്തിയിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ആ മൊത്തത്തിൽ ഞാൻ തുടച്ചെടുക്കാൻ ഇട്ടു. അപ്പോൾ ഏകദേശം ഈ റൂം വൃത്തിയാക്കണം. ജനവാതിലും ഫാനും അലമാരയും കട്ടിലെല്ലാം തുടച്ച് പൊടിയും കാര്യങ്ങളൊക്കെ പോയി നല്ല വൃത്തിയായി സെറ്റ് ആയിക്കണം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഞാനിത് ഒരു ചെടിയും കൂടി കൊണ്ടുവന്ന് വെക്കണം. ഇതും കൂടി വെച്ചാലേ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ. അപ്പോൾ അത് ആ ജനവാതിലിൻ്റെ അടുത്തായതുകൊണ്ട് ഇടയ്ക്ക് വെളിച്ചമൊക്കെ കിട്ടുമ്പോൾ ചെടിക്ക് നല്ല ഉഷാറിലാവും ചെയ്യും. മക്കൾ പറയും ഉമ്മാക്ക് വേറെ പണിയൊന്നുമില്ല ഈ ചെടി ഇങ്ങനെ കൊടുന്നേക്കാൻ. ഞാൻ എവിടെ ഒരു ഗ്യാപ്പ് ഇട്ടുണ്ട് അവിടെയൊക്കെ ഈ ചെടി കൊടുന്നേക്കൂട്ടാ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിതാ ഫൈനലായിട്ട് റൂം ഫുൾ വൃത്തിയായി. പിന്നെ ഞാൻ ഈ ബാത്റൂം ക്ലീൻ ചെയ്തിട്ടില്ല. അതെന്താ ഞാൻ കുളിക്കാൻ പോകുമ്പോഴാണ് തേച്ച് കഴുകിയിടുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ജനവാതിലൊക്കെ ഞാൻ അടിച്ചിടുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് നേരം തുറന്നിട്ടാൽ പിന്നെ എനിക്ക് പേടിയാണ് എന്തെങ്കിലുമൊക്കെ കയറിക്കൂടോ പാമ്പ് എന്തെങ്കിലുമൊക്കെ കയറിക്കൂടോ എന്ന് പേടിച്ചിട്ട് ഞാനിതാ എല്ലാതും കഴിഞ്ഞതിന് ശേഷം ഞാൻ മൊത്തത്തിലൊന്ന് ജനവാതിലൊക്കെ അടിച്ചിട്ടിൻ്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞ് സെറ്റ് ആയിക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു വൃത്തിയിക്കണേ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചോറയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഉച്ചതിൻ്റെ ശേഷം നല്ലൊന്ന് കിടന്നുറങ്ങിയതിന് ശേഷം എന്താ വൈകുന്നേരമാണ് കേട്ടോ ഞാൻ പിന്നെ അടുക്കളയ്ക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അതല്ലെങ്കിലും ഒന്ന് ഉറങ്ങി നീച്ച് വന്നാൽ എന്തെങ്കിലുമൊക്കെ തിന്നാൻ കിട്ടണം കേട്ടോ. ഉറങ്ങിച്ച് വന്നാൽ നല്ല വിശപ്പും കാര്യങ്ങളല്ലേ, പ്രത്യേകിച്ച് ഇപ്പം മഴയും തണുപ്പൊക്കെ അല്ലേ. അപ്പോൾ ഞാനിതാ പഴക്കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നിൽക്കുന്നുണ്ട്. പഴവും കോഴിമുട്ടൊക്കെ ഉണ്ടായിന്. അപ്പോൾ ഞാൻ അതുണ്ടാക്കണം. അപ്പോൾ മക്കളൊക്കെ എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാകുമ്പോൾ എന്തായാലും ഓലിൻ്റെ ഒപ്പം ഉണ്ടാവും ടേസ്റ്റ് വെക്കാനും ഒന്ന് നാമിച്ച് വെക്കാനൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഇട്ടിരിക്കണം കേട്ടോ. ഒരു തട്ടിക്കൂട്ടി ഷോർട്സാണ് ഞാൻ ഇട്ടിരിക്കണം. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോക്കി. അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. ഇതിൻ്റെ മുന്നൊക്കെ ഞാൻ കാണിച്ചതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ മോനൊക്കെ വന്ന് ടേസ്റ്റൊക്കെ നോക്കണം. ഞാനൊന്നും നോക്കട്ടെ അമ്മ മധുരം ഉണ്ടാകുന്നൊക്കെ അറിഞ്ഞാണ്ട് വരും കേട്ടോ ആളെ.
അപ്പോൾ അതൊക്കെ ഞാൻ വെച്ച് റെഡിയാക്കി എടുത്തിക്കണേ. അപ്പോൾ കേക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളതൊക്കെ കൂട്ടി ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം വൈകുന്നേരം പിന്നെ അങ്ങനെ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമുക്കുള്ള സ്ഥിരം പരിപാടി തന്നെ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് രാത്രി ഞാൻ വീണ്ടും റൂമിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ അലമാരയിലുള്ള ഡ്രസ്സും കൂടി മടക്കി വെച്ചാലാട്ടോ ഒരു റാഹത്താവുള്ളൂ. അപ്പോൾ അത് അലമാര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കിയ സമയത്ത് ഈ ഡ്രസ്സുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ചെരിഞ്ഞും ഒക്കെ വീണൊക്കെ പോയിട്ടുണ്ട്. ഇനി അപ്പോൾ ഞാൻ രാത്രി സമാധാനത്തിൽ നന്നാക്കാമെന്ന് വിചാരിച്ച് അവിടെ ഇട്ടത് കഴിഞ്ഞിട്ടാ. അപ്പോൾ അതെല്ലതും കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ അലമാരൊക്കെ നല്ല വൃത്തിയാക്കി സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ റൂമൊക്കെ നല്ല സെറ്റായി വൃത്തിയായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.